പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഇന്ന് പകൽ അഗ്നിയുടെ അധികാരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഇന്ന് പകൽ അഗ്നിയുടെ അധികാരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. അഗ്നിയുടെ അധികാരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. തീയുടെ അധികാരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. തീയുടെ അധികാരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. തീയുടെ അധികാരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ദഹിപ്പിച്ചു കളയുന്ന ഒരു അഗ്നിയുടെ അധികാരം മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയുന്ന, മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയുന്ന, ശാപത്തിന്റെ മുള്ളുകളെയും പറക്കാരെയും, വേദനയുടെ മുള്ളുകളെയും പറക്കാരെയും, നന്മയ്ക്കെതിരായ മുള്ളിനെയും പറക്കാരെയും ദഹിപ്പിച്ചു കളയുന്ന ഒരു അഗ്നി നിന്റെ അകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുന്ന കാലത്തിലേക്ക് നീ കയറുകയാണ്. Receive the fire from God. Receive the fire from God. ശിംശോന്റെ മേൽ കിടന്ന കയറുകൾ, പുതിയ കയറുകൾ, അത് ദ്രവിച്ചു. ഒരു പുതിയ കയർ ദ്രവിക്കണമെങ്കിൽ ഒത്തിരി വർഷങ്ങൾ വേണം. പക്ഷേ അഭിഷേകം വന്നപ്പോൾ 10 വർഷം കൊണ്ട് പൊട്ടേണ്ട ഒരു കയറ് മിനിറ്റുകൾ കൊണ്ട് പൊട്ടി. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധം നിനക്ക് വേണ്ടി ചലിക്കുമ്പോൾ 10 വർഷം കൊണ്ട് രക്ഷപ്പെടേണ്ട വിഷയത്തെ ചില മിനിറ്റുകൾ കൊണ്ട് ദൈവം അതിനെ സംഭാഷിക്കും. ഇന്ന് പകൽ ആത്മാവ് എന്റെ അടുക്കൽ അതിന്റെ കൺഫർമേഷൻ നൽകുന്നു. 10 വർഷം കൊണ്ട് പൊട്ടുമെന്ന് പറഞ്ഞ കയറുകൾ മിനിറ്റുകൾക്കകത്ത് ദ്രവിക്കുന്ന ദൈവ പ്രവർത്തികൾക്ക് സ്തോത്രം. പുതിയ കയറ ശിംശോനെ കിട്ടിയത്, പക്ഷെ അത് ദ്രവിച്ചു പോയി. ഇന്ന് പകൽ ചില ഫ്രഷ് ബോണ്ടേജുകൾ, ഏൻഷ്യന്റ് ബോണ്ടേജസ് പോലെ കടന്നു പോകുന്ന മിനിറ്റുകൾക്ക് യേശുവിന്റെ രക്തത്തിൽ കരവും ശബ്ദവും ഉയർത്തി പറയാം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. അതിന്റെ ആദ്യത്തെ സെമിക്കോളൻ നടുക്കത്തെ ആ ഭാഗം വിട്ടിട്ട് ശേഖേമിൽ കൂട്ടി അവർ ദൈവത്തിന്റെ ബിഗിനിങ്ങിൽ അവസാനം മാത്രം വായിച്ചിട്ട്. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു. യോശുവയുടെ മരണത്തോടടുക്കുന്ന സമയത്ത് യോശുവ ഇന്നലകളിലെ ദൈവപ്രവൃത്തികളെ ഓരോന്നോരോന്നായി വർണ്ണിക്കുകയാണ്. ഇസ്രായേലിന്റെ പിന്മാറ്റവും ആ പിന്മാറ്റത്തിലും കൈവിടാത്ത ദൈവത്തിന്റെ കൃപയും കരുണയും ഒക്കെ പറഞ്ഞ് യോശുവ ഒടുവിലായി ഈ ജനത്തെ മുഴുവനുമായി ശേഖേമിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ശേഖേമിലേക്ക് കൂട്ടി അവിടെ കൊണ്ടുചെന്ന് വീണ്ടും ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ആ ശേഖേമിൽ നിന്ന് അവരെ അനുഗ്രഹിച്ച് അവരുടെ അവകാശത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതിനനന്തരമായി അവിടെ 2 മരണങ്ങളെ നമുക്ക് കാണാം. യോശുവയും എലയാസറും മരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില ഭാഗങ്ങൾ നിങ്ങളുമായി ധ്യാനിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോശുവ ഇസ്രായേലിലെ എല്ലാവരെയും ശേഖേമിൽ കൂട്ടി. ശെഖേമിൽ അവർ കൂട്ടപ്പെട്ടു. പക്ഷെ അവർ വന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു.
യഹോവയുടെ സന്നിധിയിൽ വന്ന് നിന്നു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് they presented themselves before God. ദൈവത്തിൻ്റെ മുൻപിലേക്ക് വന്നു നിന്നു. ഈ വാക്യത്തിന് ഭയങ്കരമായ ഒരു അർത്ഥമുണ്ട്. കാരണം ശെഖേം എന്ന വാക്കിൻ്റെ അർത്ഥം നാം ശ്രദ്ധിച്ചാൽ റിഡ്ജ് അല്ലെങ്കിൽ മുതുക് എന്നാണ് ശെഖേം എന്ന വാക്കിൻ്റെ അർത്ഥം. ശെഖേം എന്ന വാക്കിൻ്റെ അർത്ഥം മുതുക് എന്നാണ്. യോശുവ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടിയത് ഒരു മുതുകിലേക്കായിരുന്നു. അവിടെ വന്നവരെല്ലാവരും കണ്ടത് ഒരു മുതുകാണ് കണ്ടത്. എന്നാൽ മുതുക് കണ്ട ഇടത്ത് അവർ ദൈവത്തിൻ്റെ മുഖം കണ്ടു. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ജീവിതത്തിൽ ചില ശേഖേമുകൾ എനിക്കും നിങ്ങൾക്കും കടന്നു വരും. പ്രതീക്ഷിച്ച മുഖങ്ങൾ മറയുകയും അവിടെ അവർ നമ്മുടെ മുൻപാകെ മുഖം മറയ്ക്കുമ്പോൾ അവരുടെ മുതുക് കാണേണ്ടി വരുന്ന, നാം സ്നേഹിച്ചവർ പിന്തിരിഞ്ഞു മാറുന്ന, നാം പ്രതീക്ഷിച്ചവർ പിന്തിരിഞ്ഞു മാറുമ്പോൾ അവരുടെ മുതുക് കാണുന്ന സങ്കടകരമായ അനുഭവങ്ങൾ. എന്നാൽ മുതുക് കണ്ട ഇടത്ത് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ അവരെ തന്നെ പ്രസന്റ് ചെയ്തു. They presented themselves before God. മനുഷ്യന്റെ ബാക്ക് കണ്ട ഇടത്ത്, മനുഷ്യൻ പുറംതിരിഞ്ഞ ഇടത്ത് അവർ ദൈവത്തിന്റെ മുഖം കണ്ടു. ഇന്ന് പ്രഭാതത്തിൽ ആരാധനയിൽ നാം പാടി ആരാധിച്ചു. മാനുഷിക മുഖങ്ങളൊക്കെ മാറി മറയുമ്പോൾ എൻ്റെ കണ്ണുകൾ ഉയർത്തുവാൻ എനിക്കൊരു സ്ഥലമുണ്ട്. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളുന്ന വൻഗിരിയിൽ. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അഖിലത്തെ വാഴുന്ന യഹോവയിലത്രേ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, എവിടെയെങ്കിലുമൊക്കെ മനുഷ്യൻ നിന്റെ നേരെ മുഖം മറച്ച് മുതുക് കാണിക്കുമ്പോൾ നിന്റെ ഹൃദയം വ്യാകുലപ്പെടരുത്, നിന്റെ മനസ്സ് കലങ്ങിപ്പോകരുത്. മനുഷ്യൻ മുതുക് കാണിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ മുഖം കണ്ടു. പകൽക്കാലം ഏതൊരു വിഷയത്തിൽ മനുഷ്യന്റെ മുതുക് നീ കണ്ടിരിക്കുന്നോ, ഇന്ന് പകൽ അതിനകത്ത് നീ ദൈവത്തിന്റെ മുഖം കാണും. നിന്റെ സാമ്പത്തിക വിഷയത്തിലാകട്ടെ, നിന്റെ കുടുംബ ജീവിതത്തിലാകട്ടെ, നിന്റെ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗങ്ങളിലാകട്ടെ, നീ മനുഷ്യന്റെ മുതുക് കണ്ട ഇടത്ത് ദൈവത്തിന്റെ മുഖം കാണും. തുറന്ന് പറഞ്ഞ്, മുതുക് കണ്ട ഇടത്ത് ഞാൻ ദൈവത്തിന്റെ മുഖം കാണും. മനുഷ്യന്റെ മുതുക് കണ്ട ഇടത്ത് ഞാൻ ദൈവത്തിന്റെ മുഖം കാണും. എന്റെ സഹോദരങ്ങളെ, ഈ ജനം ശെഖേമിൽ വന്നുകൂടിയ ഓരോരുത്തരുടെ അടുക്കലും ചോദിക്കുക, നീ എന്തുകൊണ്ടാണ് ശെഖേമിൽ വന്നത്? ശെഖേമിൽ വന്നത് തന്നിഷ്ടത്തിലല്ല, ശെഖേമിൽ വന്നത് അഹങ്കാരത്തിലല്ല, ശെഖേമിൽ വന്നത് പാപത്തിന്റെ വഴിയിലുമല്ല. പകരം യോശുവ എന്ന ന്യായാധിപന്റെ വാക്ക് കേട്ടിട്ടാണ് ഇവർ ഇപ്പോൾ ശെഖേമിൽ വന്നത്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും പാപത്തിന്റെ ശിക്ഷയെന്ന് നിങ്ങൾ കരുതരുത്. ജീവിതത്തിലെ എല്ലാ കയ്പുകളും ജീവിതത്തിൽ ശിക്ഷയെന്ന് നിങ്ങൾ കരുതരുത്. യോശുവയുടെ വാക്ക് കേട്ടിട്ടാ ഇസ്രായേൽ അവിടേക്ക് വന്നത്. നടത്തിപ്പിനെ അനുസരിച്ചിട്ടാ അവർ അവിടേക്ക് വന്നത്. വിശ്വാസത്തോടു കൂടിയാ അവർ അവിടേക്ക് വന്നത്. ദൈവത്തെ ഭയപ്പെട്ടിട്ടാ അവർ അവിടേക്ക് വന്നത്. പക്ഷേ അവർ വന്നപ്പോൾ കണ്ടത് ഒരു ശെഖേമായിരുന്നു, മുതുകായിരുന്നു. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, എത്ര ദൈവത്തെ സ്നേഹിച്ചാലും, എത്ര മാതാപിതാക്കളെ അനുസരിച്ചാലും, എത്ര ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് സഞ്ചരിച്ചാലും, എത്രമാത്രം ദൈവത്തിൻ്റെ കരങ്ങളിൽ കീഴടങ്ങിയിരുന്നാലും, ജീവിതത്തിൽ ഞാനും നിങ്ങളും ചില ശെഖേമിൽ കൂടെ ചില മുതുക് കാണുന്ന പ്രതിസന്ധിയുടെ, ഒരു സ്നേഹത്തിന്റെ മുഖമോ ഒരാശ്രയത്തിന്റെ മുഖമോ കാണുവാൻ കഴിയാത്ത പ്രതികൂലത്തിൽ കൂടെ നാം കടന്നു പോകും. എത്ര വിശുദ്ധമായി, എത്ര പവിത്രമായി, എത്ര നിർമ്മലമായി നടന്നു പോകാനും നമ്മുടെ ജീവിതത്തിൽ ഈ വിധമായ ചില പാതകളുണ്ട്. പക്ഷേ ഒരു ദൈവപൈതൽ വ്യത്യസ്തനാകുന്നത്, ആ മുതുക് കാണുന്ന ഇടത്തിവൻ പതറുകയല്ല, ഈ മുതുക് കാണുന്ന ഇടത്തിവൻ ചഞ്ചലപ്പെടുകയല്ല. ആ മുതുക് കാണുന്ന ഇടത്ത് അവന് കാണുവാൻ ഒരു മുഖമുണ്ട്, അത് അവന്റെ രക്ഷകന്റെ മുഖമാണ്. ഇന്ന് പകലാത്തരം തുറന്ന് വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞാൽ നീ മുതുക് കണ്ട് മാറിപ്പോകത്തില്ല. ദൈവം നിന്നെ തന്റെ മുഖം കാണിക്കും. എന്നെ കേൾക്കുന്ന ദൈവപൈതനെ, നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവം തന്റെ മുഖം കാണിക്കും. ദൈവം മനുഷ്യന്റെ അടുക്കൽ പറയുകയാണ്, നീ എന്നെ കാണുവാൻ ആഗ്രഹിച്ചാൽ, ആമേൻ, ഏത് ശേഖരമായിരുന്നാലും ഏത് സാഹചര്യമായിരുന്നാലും ഞാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം മനുഷ്യന്റെ അടുക്കൽ പറയുകയാണ്, മനുഷ്യ,
നീ എപ്പോഴെങ്കിലും എന്നെ കാണുവാൻ ആഗ്രഹിച്ചാൽ നീ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ ഒരു വിഗ്രഹം ഉണ്ടാക്കി ബന്ധപ്പെടേണ്ട. വായിക്കാമോ? 20-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. എന്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ 22 തുടങ്ങി ഒന്ന് വായിക്കാമോ? അപ്പോൾ യഹോവ മോശയോട് 21 അങ്ങനെ ജനം ദൂരത്തു നിന്ന് മോശയോ ദൈവം ഇരുന്ന ഇരുളിനെ അടുത്തു ചെന്നു. എന്റെ സഹോദരങ്ങളെ, മോശ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം കടന്നു ചെന്നു. ദൈവം എവിടെയായിരുന്നു ഇരുന്നതെന്നറിയാമോ? ഇരുളിനകത്തായിരുന്നു. ചില മുതുക് കാണുന്ന ഇടങ്ങളിൽ നാം ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ മുഖം കാണുന്നത്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തേജോമയനായ ദൈവം ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്നറിയാമോ? ഇരുട്ടിനകത്ത് ഇരിക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കണം, ജീവിതത്തിൽ ചില ഇരുളുകൾക്കകത്തേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ തപ്പിത്തടഞ്ഞു വീഴത്തില്ല. ആ ഇരുട്ടിനകത്ത് ദൈവമുണ്ട്. ദൈവം ഇരുന്ന ഇരുളിന് അടുത്തു ചെന്നു. ജനം ദൂരത്ത് നിന്നു, എന്നാൽ മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്തു ചെന്നു. ഇന്ന് പകൽക്കാലം ഇരുളുകളെ നോക്കി പറഞ്ഞാട്ടെ, ഈ ഇരുളിനകത്ത് എൻ്റെ ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ ഇരുട്ടുകളെ നോക്കി പറഞ്ഞാട്ടെ, ഈ ഇരുട്ടിനകത്ത് എൻ്റെ ദൈവമുണ്ട്. ഇരുട്ടിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ സഹോദരങ്ങളെ? ഇരുട്ടിനകത്ത് നമുക്ക് മുൻപോട്ടുള്ള വഴി കാണുവാൻ കഴിയത്തില്ല. അൺസർട്ടനിറ്റി ആയിരിക്കും, അനിശ്ചിതത്വമായിരിക്കും, മുമ്പോട്ടൊരു കാല് വെപ്പാൻ കഴിയത്തില്ല. പക്ഷേ ആ ഇരുട്ടിനെ നോക്കി പറഞ്ഞാട്ടെ, ഇൻ ദ സീസൺ ഓഫ് അൺസർട്ടനിറ്റി I believe the presence is there, God is there. എൻ്റെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളുടെ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ അതിനകത്ത് ദൈവമുണ്ട്. ഇരുട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നറിയാമോ? ഇരുട്ടിൽ നമുക്ക് ആരെയും കാണുവാൻ കഴിയത്തില്ല. ഇരുട്ടിൽ ഒരുപക്ഷെ അവിടെ മനുഷ്യരുണ്ടായിരിക്കാം, ഒരുപക്ഷെ അവിടെ വഴികൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്കൊന്നും കാണുവാൻ കഴിയത്തില്ല. സീസൺ ഓഫ് ബ്ലൈൻഡ്നെസ്, അന്ധതയുടെ കാലമാണ്. ജീവിതത്തിൽ നിനക്ക് പ്രതീക്ഷയുടെ ഒന്നും കാണുവാൻ കഴിയാതിരിക്കുമ്പോഴും ആ ഇരുളിനകത്ത് ദൈവമുണ്ട്. ഇരുളിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇരുട്ടിൽ എനിക്ക് മാത്രമല്ല മറ്റൊരാളെ കാണാൻ കഴിയാത്തത്, മറ്റാർക്കും എന്നെയും കാണുവാൻ കഴിയത്തില്ല. നീ എത്ര പരമാർത്ഥിയാണെങ്കിലും, നീ എത്ര വിശുദ്ധനാണെങ്കിലും, നീ എത്ര നീതിയുള്ളവനാണെങ്കിലും, നീ എത്ര പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും, ഇരുട്ടിന്റെ പാതയിൽ നിന്നെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, കാണുവാൻ കഴിയത്തില്ല. നിന്റെ നീതി അഗണ്യമാക്കപ്പെടും, നിന്റെ പവിത്രത അഗണ്യമാക്കപ്പെടും, നിന്റെ പരമാർത്ഥത അഗണ്യമാക്കപ്പെടും, നീ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം അത് ഇരുട്ടിന്റെ കാലഘട്ടമാണ്. എന്നാൽ മോശം ധൈര്യത്തോടു കൂടി ആ ഇരുട്ടിനകത്തേക്ക് ചെന്നു. കാരണം ആ ഇരുട്ടിനകത്ത് തനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം ആ ഇരുട്ടിനകത്തുണ്ട്. ജനം മുഴുവനും ദൂരത്ത് നിൽക്കുമ്പോൾ മോശ ധൈര്യത്തോട് അടുത്ത് ചെന്നു. കാരണം ആ ഇരുട്ടിനകത്ത് ദൈവം ഉണ്ടായിരുന്നു. ഇതാണ് ഒരു ദൈവ പൈതൽ വ്യത്യസ്തനാകുന്നത്. പ്രതികൂലങ്ങളിൽ സാധാരണക്കാരൻ പകച്ചു നിൽക്കുമ്പോൾ, പ്രതിസന്ധികളിൽ സാധാരണക്കാരൻ മാറി നിൽക്കുമ്പോൾ, ഒരഭിഷക്തൻ ആ ഇരുട്ടിലേക്ക് നടന്നെടുക്കും. കാരണം അവനൊരു ഉറപ്പുണ്ട്, ആ ഇരുട്ടിൽ ആരൊക്കെ കൈവിട്ടാലും ആ കൂരിരുൾ താഴ്വരയിൽ എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കും, എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കും, എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കും. എന്നിട്ട് താൻ പറയുകയാണ്, ആ ഇരുട്ടിൽ വഴി കാണിപ്പാൻ ഒരു വെളിച്ചമില്ലെങ്കിൽ ആ ഇടയൻ എന്നെ എന്ത് ചെയ്യും? ആ വടി കൊണ്ടും കോല് കൊണ്ടും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ആമേൻ, ഞാൻ നടക്കേണ്ടുന്ന വഴിയിൽ എന്നെ പിടിച്ച് നടത്തും. ഒരാടിനെ കൈപിടിച്ച് നടത്താൻ പറ്റത്തില്ല കേട്ടോ, ഒരാടിനെ കൈപിടിച്ച് നടത്താൻ പറ്റത്തില്ല. ആടിന്റെ 4 കാലുകളും വെച്ചാൽ മാത്രമേ ആടിന് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇനി ആടിനെ കയറ് കെട്ടി വലിക്കാനും കഴിയത്തില്ല. പിന്നെ ഈ ആടിനെ എങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും? ആമേൻ. ഇടയൻ തന്റെ കോല് കൊണ്ട് അതിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അതിനറിയാം എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് തിരിയരുതെന്ന്. എവിടെയെങ്കിലും അധൈര്യപ്പെട്ട് നിൽക്കുമ്പോൾ ആ വടി കൊണ്ട് ചെറുതായിട്ട് പുഷ് ചെയ്ത് വിടും. ആമേൻ. വടി എന്ന് പറയുന്നത് എൻകറേജ്മെന്റും, ആമേൻ, കോല് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സംരക്ഷണവുമാണ്. വടി കൊണ്ട് തള്ളി, കോല് കൊണ്ട് ആമേൻ വഴി പറഞ്ഞു കൊടുത്ത് ദൈവം നിയന്ത്രിക്കും. ആകയാൽ മോശ ഇരുട്ടിനകത്തേക്ക് അടുത്തു ചെന്നു. അങ്ങനെ ഇരുട്ടിനകത്തേക്ക് അടുത്തു ചെന്നപ്പോൾ 22-ാം വാക്യത്തിൽ ദൈവം മോശയുടെ അടുക്കൽ പറയാം, ഞാൻ സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചത് നിങ്ങൾ കണ്ടു, ഇരുട്ടിനകത്തുനിന്ന് സംസാരിച്ചത് അവർ കണ്ടിട്ടില്ല. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അവൻ എപ്പോഴെങ്കിലും എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ, അവന്റെ പ്രതീക്ഷ പോലെ അല്ല ഞാൻ പ്രത്യക്ഷനാകുന്നത്. അവൻ എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയാൽ അവൻ പെട്ടെന്ന് സ്വർണവും വെള്ളിയും ഒന്നും ഉണ്ടാക്കി എന്നെ എതിരേൽക്കാൻ കാത്തു നിൽക്കണ്ട. പകരം അവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ആമേൻ. 24-ാം വാക്യം. എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി, അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കും. ദൈവത്തിന്റെ കരുണ കണ്ടോ? ആമേൻ. ദൈവത്തിന്റെ കരുണയിൽ ദൈവം പറയുകയാണ്,
എടാ ഞാൻ നിന്റെ അടുക്കൽ വരണമെന്ന് പറഞ്ഞ് നീ പൊന്നും വെള്ളിയും ഒന്നും ഒരുക്കണ്ട. പകരം നീ കുറച്ച് മണ്ണെടുത്ത് കുഴച്ച് ഒരു യാഗപീഠം വട്ടം കെട്ടി ഉണ്ടാക്കണം. ആമേൻ. നീ എന്നെ സ്വീകരിക്കാൻ നീ എനിക്ക് വേണ്ടി പരവതാനി ഇരിക്കണ്ട. എന്റെ സാന്നിധ്യത്തിന് വേണ്ടി നീ പൊന്നും വെള്ളിയും ഉണ്ടാക്കണ്ട. നീ മണ്ണ് കുഴച്ചാൽ മതി. നീ മണ്ണ് കുഴച്ചാൽ മതി. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഞാൻ വരുന്നത് ആമേൻ പൊന്നു കണ്ടിട്ടും വെള്ളി കണ്ടിട്ടുമല്ല. അതിന്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, എന്റെ സ്മരണ സ്ഥാപിക്കുന്ന. വൈക്കമോ വേദഭാഗം? ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും കർത്താവ് പറയാ, എടാ അവിടെ പൊന്നില്ലെങ്കിലും വെള്ളിയില്ലെങ്കിലും മാർബിൾ ഇല്ലെങ്കിലും ഗ്രാനൈറ്റ് ഇല്ലെങ്കിലും പരവതാനി ഇല്ലെങ്കിലും നീ എന്റെ നാമത്തിന്റെ ഓർമ്മ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും, അത് ഏത് ചാണകക്കുഴിയായാലും അത് ഏത് പൊട്ടക്കുഴിയായാലും, എടാ ഏത് സ്ഥലമായിരുന്നാലും, എന്തോ കരുണയാ ദൈവത്തിൻ്റെത്. നീ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും, അത് സിറ്റി ആയിരുന്നാലും ശരി, അത് വില്ലേജ് ആയിരുന്നാലും ശരി, അത് ഭൂമിയുടെ അറ്റമായിരുന്നാലും ശരി, ഏത് പാതാളക്കുഴി ആയിരുന്നാലും ശരി, എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വരും. നീ ആയിരിക്കുന്ന ഏതൊരവസ്ഥയിലും ഞാൻ നിന്റെ അടുക്കൽ വരും. നീ എനിക്ക് വേണ്ടി ഒരു പ്ലേസും സെറ്റ് ചെയ്ത് വെക്കണ്ട. നിന്റെ അവസ്ഥയിൽ നീ എന്നെ ഓർത്ത് അവിടെ നീ എനിക്ക് ഹോമയാഗങ്ങളെ കഴിച്ച് നീ എന്നെ ആരാധിക്കുമെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വരും. അടുത്ത് വന്നിട്ട് നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. യോശുവ ഇസ്രായേലിനെ ശേഖേമിൽ വിളിച്ചു കൂട്ടി. പക്ഷേ ശേഖേമിൽ വന്ന ജനം ദൈവത്തിന്റെ പൊന്നുമുഖം കണ്ടു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? എന്റെ പ്രതികൂലങ്ങളുടെ ശേഖേമിൽ ഞാൻ മുതുക് കാണുമെന്ന് ലോകം പറയുന്ന ശേഖേമിൽ എന്റെ ദൈവത്തിന്റെ മുഖം കാണും. എന്റെ ദൈവത്തിന്റെ മുഖം കാണും. ഇസ്രായേലിനോട് ദൈവം പറയുക, നീ എന്നെ കാണാൻ ആഗ്രഹിച്ചാൽ ഗോൾഡും സിൽവറും ഒന്നും റെഡിയാക്കണ്ട, നീ കുറച്ച് മണ്ണ് കുഴച്ച് വെച്ചാൽ മതി. അവൻ ഞാൻ അവിടെ വരാം. എന്നിട്ട് ദൈവം അടുത്ത ഓപ്ഷൻ പറയുക, ഒരു പക്ഷേ നിനക്ക് മണ്ണ് കുഴയ്ക്കാൻ പറ്റാത്ത ഒരു പാറപ്പുറമാണെങ്കിൽ മണ്ണിലേ ഞാൻ ഇറങ്ങത്തുള്ളൊന്നും നീ ചിന്തിക്കണ്ട. പകരം നീ എന്ത് ചെയ്യണമെന്നറിയാമോ? 5-6 കല്ല് പെറുക്കി കൂട്ടി നീ അവിടെ വെക്കണം. അന്നേരം നിന്റെ മനസ്സിനകത്തൊരു കാര്യം വേണം, ആ കല്ലിന് ഷേപ്പ് ഒന്നും വേണ്ട കേട്ടോ, ആ കല്ലിന് ഗ്ലാമർ ഒന്നും വേണ്ട കേട്ടോ, ചുമ്മാതെ 10 കല്ല് പറക്കിയിടണം. അവിടെ ഞാൻ വരുന്നത്. വൈകാമോ 25-ാം വാക്യം. എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നു. മണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പാറപ്പുറത്താ നീയെങ്കിൽ, നീ കല്ലുകൊണ്ടാണ് പണിയുന്നതെങ്കിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത് എന്ന് പറഞ്ഞാൽ, എടാ നീ എനിക്ക് വേണ്ടി കല്ലുകൾ ഒരുക്കുമ്പോൾ അതൊത്തിരി മനോഹരമായിട്ട് ഒന്നും ചെയ്യണ്ട. ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും എന്ന് പറഞ്ഞാൽ, നീ ഷേപ്പ് ഒന്നും വരുത്തണ്ട, നീ ഓൾട്രേഷൻ ഒന്നും വരുത്തണ്ട. നീ എന്താകുന്നുവോ അതുപോലെ എന്റെ സന്നിധിയിൽ ഇനി വാ, ഞാൻ അവിടെ നിന്റെ അടുക്കൽ വരാം. നിന്റെ ബുദ്ധി കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും നീ ഒന്നും നീ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ പരിശ്രമിക്കണ്ട. നിന്റെ ആ ഷേപ്പ്ലെസ്സിനകത്താ ഞാൻ വരുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ നീ എത്ര ഷേപ്പ്ലെസ് ആണോ, മനുഷ്യന്റെ മുൻപാകെ നീ ഷേപ്പ് ആകാൻ പരിശ്രമിക്കണ്ട. നിന്റെ ഷേപ്പ്ലെസ്സിനകത്താണ് ഞാൻ ഇറങ്ങി വരുന്നത്. ഇന്ന് പകൽ ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നു, ഇതിനേക്കാൾ നല്ലൊരു ദൈവത്തെ, ഇതിനേക്കാൾ കരുണയുള്ള ഒരു ദൈവത്തെ, ഇതിനേക്കാൾ മനസ്സരിവുള്ള ഒരു അപ്പനെ ഉലകത്തിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? സാധ്യമല്ല. കർത്താവ് പറയാ, ഞാൻ നിന്റെ അടുക്കൽ വരാൻ പൊന്നും വേണ്ട വെള്ളിയും വേണ്ട, മണ്ണ് കുഴച്ചൊരു യാഗപീഠം പണിതാൽ മതി. ഞാൻ അവിടെ വരാം, വന്ന് നിന്നെ അനുഗ്രഹിക്കാം. ഇനി മണ്ണുകൊണ്ട് പണിയാൻ പാടാണെങ്കിൽ നീ 5-6 കല്ല് പെറുക്കി കൂട്ടിയാൽ മതി. പക്ഷെ ആ കല്ല് നീ കൂടുതൽ ഓൾട്ടറേഷനും സെറ്റപ്പും ഒന്നും ഉണ്ടാക്കണ്ട, ചുമ്മാതെ പെറുക്കിയിട്ടാൽ മതി. ഞാനവിടെ വരാം, ഞാനവിടെ വന്ന് നിന്നെ അനുഗ്രഹിക്കാം. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പാടിയത്, ഇത്ര നല്ലവനാം പ്രിയനെ ഇത്രയും രുചിച്ചറിഞ്ഞല്ലോ, എത്ര ഭാഗ്യകരമായ അനുഭവം. ശേഖേമിൽ അവർ വിളിച്ചുകൂട്ടി. ആമേൻ. അവർ കടന്നു വന്നത് ഒരു മുതുകിലാണ്, പക്ഷെ അവർ കണ്ടത് ദൈവത്തിന്റെ മുഖമാണ്. നീ മുതുക് കാണുമെന്ന് പറഞ്ഞിടത്ത് നീ മുഖം കാണും. മനുഷ്യൻ നിന്നെ മുതുക് കാണിച്ചിടത്ത് നീ ദൈവത്തിന്റെ മുഖം കാണും. എന്നാൽ ഈ ശേഖേം എന്ന വാക്കിൽ മാത്രമല്ല, മുതുകും മുഖവുമല്ല, അതിനപ്പുറമായി ചില ചരിത്രങ്ങളുണ്ട്. ആമേൻ. എന്തുകൊണ്ടാണ് യോശുവ ഇവരെ ശേഖേമിൽ വിളിച്ചുകൂട്ടി അവിടെ ഒരു ദൈവസാന്നിധ്യത്തെ വെളിപ്പെടുത്തിയത്?
യോശുവയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, ശേഖേമിൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടണം. ഇന്ന് പകൽ അധരം തുറന്ന് എന്നോട് ചേർന്ന് വിശ്വാസത്തോടു കൂടി പറഞ്ഞ്, ശേഖേമിൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൽ ചില ശേഖേമുകൾ ഉണ്ട്. ആ ശേഖേമിൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടണം. അധരം തുറന്ന് പറഞ്ഞ്, ശേഖേമിൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടണം. എന്താണ് ശേഖേമിന്റെ പ്രത്യേകത? ഞാൻ അതിന്റെ 2-3 പശ്ചാത്തലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ശേഖേമിനെ കുറിച്ച് നാം പ്രധാനമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. യാക്കോബ് പദ്ദൻ അരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയം അടിച്ചു. എന്റെ സഹോദരങ്ങളെ, അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സമാധാനത്തോടെ ഇറങ്ങിയെന്നല്ല, പകരം ശെഖേമിനടുത്ത് ശലേം എന്ന സ്ഥലത്ത് താൻ ഇറങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ശലേം പരിഭാഷപ്പെടുത്തി വന്നപ്പോൾ സമാധാനത്തോടെ എന്നായി പോയതാണ്. യാക്കോബ് പദ്ദൻ അരാമിൽ നിന്ന് ശെഖേമിൽ എത്തി. പദ്ദൻ അരാം എന്ന വാക്കിന്റെ അർത്ഥം അരാമിന്റെ ടേബിൾ ലാൻഡ് എന്നാണ്. അരാമിന്റെ മേശയ്ക്കകത്ത് നിന്ന് യാക്കോബ് സ്തോത്രം ശെഖേമിലേക്ക് കടന്നു വന്നു. ഈ ശെഖേമിൽ യാക്കോബ് കടന്നു വന്നിട്ട് അടുത്തത് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ശെഖേം പുറമേ നോക്കിക്കഴിഞ്ഞാൽ ആടുമാടുകൾക്ക് പറ്റിയ സ്ഥലമായിരുന്നു. അതൊരു പ്രോസ്പെറസ് ലാൻഡ് ആയിരുന്നു. അത് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതായ ഒരു ലാൻഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്തത്? ഈ ശെഖേമിലേക്ക് കടന്നു വന്നത്. ഇനിയും ആ പട്ടണത്തിന്റെ പേരെന്തായിരുന്നു എന്നറിയാമോ? ശലേം എന്നായിരുന്നു. അപ്പോൾ അവിടെ ഒരു പട്ടണമുണ്ട്. അതൊരു അഡ്വാൻസ്ഡ് ലൈഫിനെ കാണിക്കുകയാണ്. അവിടെ ഒരു സുക്കോത്തുണ്ട്, അത് പ്രോസ്പെറിറ്റിയെ കാണിക്കുകയാണ്. അവിടെ ഒരു ശലേമുണ്ട്, അവിടെ ഒരു സമാധാനവും കാണുകയാണ്. അപ്പോ ഈ ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ, മാനുഷിക കാഴ്ചപ്പാടിൽ അഡ്വാൻസ്ഡ് മോഡേണിസം ഉണ്ട്, പ്രോസ്പെറിറ്റി ഉണ്ട്, സമാധാനമുണ്ട്. ഇത് മൂന്നും അല്ലാതെ മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? മനുഷ്യന് വേണ്ടിയതെല്ലാം ഉണ്ടെന്ന് പറയുന്നതായിരുന്നു ശെഖേം. പക്ഷേ ആ ശെഖേമിൽ സ്തോത്രം യാക്കോബ് കടന്നു വന്നു. ശെഖേമിൽ യാക്കോബ് കടന്നു വന്നിട്ട് അടുത്തത് എന്ത് ചെയ്തെന്നറിയാമോ? അതിന്റെ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 19-ാം വാക്യത്തിൽ യാക്കോബ് 100 വെള്ളിക്കാശിന് ശെഖേമിൽ ഒരു നിലം വാങ്ങി. അപ്പോൾ ആ നിലം എന്തുള്ളതായിരുന്നു? വിലയുള്ള സ്ഥലമായിരുന്നു. യാക്കോബ് അവിടെ തന്റെ അധ്വാന ഫലങ്ങൾ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ചതിയുടെയും വഞ്ചനയുടെയും നടുവിൽ അധ്വാനിച്ചുണ്ടാക്കിയ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊടുത്ത് താൻ ശെഖേമിൽ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ലാൻഡ് വാങ്ങി 100 വെള്ളിക്കാശിന്. പഴമേ യാക്കോബിന്റെ അകത്ത് വലിയ സ്വപ്നങ്ങളായിരുന്നു. ഈ ദേശത്ത് കുറച്ച് വസ്തു വാങ്ങി ഇവിടെ ഒന്ന് സെറ്റിലായി, ഇവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാം, സമാധാനമായിട്ട് ജീവിക്കാം. അരാമിന്റെ മേശയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയവൻ ശെഖേമിൽ വന്ന് സ്വസ്ഥത ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം ശെഖേമിൽ എന്താണ് സംഭവിച്ചതെന്ന്. തന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു, തന്റെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിഞ്ഞു. സ്തോത്രം. മനോഹരമെന്ന് ശലേം എന്ന് പേര് പറഞ്ഞ ആ പട്ടണത്തിൽ മൊഡേണിസം, ആധുനികത, നാഗരികത ഉണ്ടെന്ന് പറഞ്ഞ ആ പട്ടണത്തിൽ, ഒത്തിരി പ്രോസ്പെറസ് ആണെന്ന് പറഞ്ഞ ആ പട്ടണത്തിൽ തൻ്റെ മക്കളെല്ലാം സ്വതന്ത്രരാണെന്ന് താൻ ചിന്തിച്ചു. തൻ്റെ 12 ആൺമക്കൾക്ക് ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു കേട്ടോ. എത്ര സുന്ദരമായിട്ടായിരിക്കും ആ പെൺകുട്ടി അവിടെ വളർന്നത്. 12 ആങ്ങളമാർക്കൊരു പെങ്കൊച്ച്. സ്തോത്രം. എത്ര സൗഭാഗ്യമായിരുന്നിരിക്കാം ആ പെങ്കൊച്ചിനുണ്ടായിരുന്നത്. അവൾ ആ പട്ടണത്തിലേക്ക് പോയി. സ്തോത്രം. പട്ടണത്തിൽ വെച്ച് അവൾ വഷളാക്കപ്പെട്ടു. ആമേൻ. യാക്കോബിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന ഇടമാണ് ശെഖേം എന്ന് പറഞ്ഞത്. ആമേൻ. എന്നാൽ ഇതറിഞ്ഞിട്ട് ലേവിയും ശിമോനും കൂടെ സഹോദരന്മാരെ കൂട്ടി എന്ത് ചെയ്തെന്നറിയാമോ? ശെഖേം പട്ടണത്തിൽ നീചമായിരിക്കുന്ന ഒരു ആക്രമണം അവിടെ നടത്തി. അവരെ പരിച്ഛേദന ചെയ്ത് ബലഹീനപ്പെടുത്തി ഇരുത്തിയിട്ട് അവരുടെ എല്ലാ ശരീരത്തിൽ പുരുഷന്മാരെ യുദ്ധത്തിന് വരാൻ കഴിയാത്ത അളവിൽ, അവരെ ഒരളവിൽ പറഞ്ഞാൽ ഒരു വഞ്ചനയുടെ, ചതിയുടെ യുദ്ധം നടത്തി ആ ശെഖേമിനെ താൻ നശിപ്പിച്ചു. ആമേൻ. യാക്കോബ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് പറഞ്ഞു, ഈ ശെഖേമിൽ ഇനി എങ്ങനെ
എങ്ങനെ ജീവിക്കും? നേർക്കുനേർ യുദ്ധം ചെയ്ത് പൊരുതിയതായിരുന്നെങ്കിൽ ശെഖേമ്യർ ഒതുങ്ങിയേനെ. പക്ഷെ നീ അങ്ങനെയല്ല ഒതുക്കിയത്. നീ ഒരു ചതിക്കകത്താണ് അവനെ ഒതുക്കിയത്. അതുകൊണ്ട് ശെഖേമിൽ ഇനി ജീവിക്കാൻ കഴിയത്തില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പിതാക്കന്മാർ നാണം കെട്ടുപോയ, പിതാക്കന്മാർ ലജ്ജിച്ചു പോയ, പിതാക്കന്മാർ ഇറക്കിയ കാശ് നഷ്ടമായി നാട് വിടേണ്ടി വന്ന സ്ഥലമായിരുന്നു ഏത്? ശെഖേം. എന്നാൽ പിതാക്കന്മാർ പരാജയപ്പെട്ട മണ്ണിലേക്ക് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ യോശുവ ജനത്തെ കൂട്ടിവരുത്തി. അവിടെ അവർ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടോ? ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയുകയാണ്, നിന്റെ പിതാക്കന്മാർ പരാജയപ്പെട്ട മണ്ണിൽ, നിന്റെ പിതാക്കന്മാർ നന്മ ഇറക്കിയിട്ട് തിരികെ എടുക്കാൻ കഴിയാതിരുന്ന മണ്ണിൽ, നിന്റെ പിതാക്കന്മാർ അപമാനിക്കപ്പെട്ട ഇടത്ത്, നിന്റെ കുടുംബം തകർന്ന തലകുനിച്ച ഇടത്ത് ദൈവത്തിന്റെ മുഖം കാണാം. ഇന്ന് പകൽ അധരം തുറന്ന് ദൈവത്തിന്റെ സ്തോത്രം പറ. ഒരിക്കൽ കൂടെ കടന്നു വരണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, പിതാക്കന്മാരുടെ കാലത്ത് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്നതാണ് ഒരു അഭിഷേകത്തിന്റെ അധികാരം എന്നുള്ളത്. അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ച കിണറുകളെ ഗരാരിലെ ഇടയന്മാർ മൂടിക്കളഞ്ഞോ? പക്ഷെ ഇസഹാക്ക് എന്ത് ചെയ്തെന്നറിയാമോ? അതിനെ ചെന്ന് പിന്നെയും കുഴിച്ചെടുത്തോ. നിന്റെ പിതാക്കന്മാരുടെ മുമ്പാകെ ശത്രു ലജ്ജിപ്പിച്ചത്, നിന്റെ പിതാക്കന്മാരുടെ മുമ്പാകെ ശത്രു തടഞ്ഞത്, ഈ എന്റെ ആയുസ്സിനകത്ത് ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കാം? ഒരു നിമിഷം ദൈവകൃപ അനുഭവിച്ച് പ്രാർത്ഥിച്ചു കിടന്നിട്ട്, എന്റെ അപ്പന്റെ കാലത്ത് തകർക്കപ്പെട്ടത്, എന്റെ അപ്പന്റെ കാലത്ത് നഷ്ടപ്പെട്ടത്, സഹോദരങ്ങളെ, 34-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നറിയാമോ? ദേശത്തിന്റെ പ്രഭുവായ ശെഖേം അവരെ പിടിച്ചുകൊണ്ടുപോയി. വായിക്കാമോ ആ വേദഭാഗം? ദേശത്തിന്റെ പ്രഭുവായ ശെഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി. അവൾക്ക് പൊരായിക വരുത്തി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, അവിടെ 2 വാക്കുകളെ ഞാൻ എടുക്കുകയാണ്. ശെഖേം പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ശെഖേം ആരാണെന്നറിയാമോ? നല്ല സാധനം കണ്ടാൽ പിടിച്ചുകൊണ്ടുപോകുന്നവനാണ് ശെഖേം. ആമേൻ. മനോഹരമായതിനെ കണ്ടാൽ പിടിച്ചുകൊണ്ടുപോകുന്നവനാണ് ശെഖേം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്നലകളിൽ നിന്റെ പിതാക്കന്മാരുടെ നന്മ കണ്ട്, പിതാക്കന്മാർ പച്ച പിടിക്കുന്നത് കണ്ട്, പിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട്, ആ നന്മകളെ പിടിച്ചുകൊണ്ടുപോയ ശെഖേമിലേക്ക് യോശുവ ഇപ്പോൾ ജനത്തെ കൂട്ടിവരുത്തുകയാണ്. ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാ: പോരായിക വരുത്തി. നിനക്ക് എവിടെയൊക്കെ പോരായിക വന്നോ, നിനക്ക് എവിടെയൊക്കെ പോരായിക വന്നോ, ആമേൻ, ആ പോരായിക വന്ന ഇടത്തേക്ക് നീ ഒന്ന് തിരികെ വരണം. ഇന്ന് പകൽ ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് നന്മകളെ, മനോഹരമായതിനെ ശത്രു പിടിച്ചുകൊണ്ടുപോയ ശെഖേമിന്റെ മണ്ണിലേക്ക് യോശുവ ജനത്തെ കൂട്ടിവരുത്തി. മാത്രമല്ല, എവിടെയൊക്കെ പോരായിക വന്നോ, ആ പോരായിക വന്ന മണ്ണിലേക്ക് ദൈവം തിരിച്ചു. അവിടെ അവർ, ആമേൻ, പിതാക്കന്മാർ പിടിക്കപ്പെട്ട ഇടത്ത് ജനം ദൈവത്തിന്റെ മുഖം കണ്ടു. ഞാൻ ആവർത്തിക്കട്ടെ, പിതാക്കന്മാർക്ക് പോരായിക വന്ന ഇടത്ത് ജനം ദൈവത്തിന്റെ മുഖത്തെ കണ്ടു. ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പൊ ശെഖേമിന്റെ ഒന്നാമത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ സമാധാനം നഷ്ടപ്പെട്ട സ്ഥലം. സ്ഥലത്തിന്റെ പേരെന്ത് വരുന്നെന്ന് അറിയാമോ? ശലേം. സമാധാനം. പേര് സമാധാനമെന്നായിരുന്നു. പക്ഷെ ആ നാട്ടിൽ ചെന്നിട്ട് ഈ അപ്പന്റെ കുടുംബത്തിന്റെ സമാധാനം പോയത്. പേര് ശാലി. പക്ഷെ അവിടെ സമാധാനം നഷ്ടപ്പെട്ടു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് യാക്കോബിന്റെ കുടുംബത്തിന്റെ ഐക്യത നഷ്ടപ്പെട്ടു. ഏറെ കാലങ്ങൾക്ക് ശേഷം യാക്കോബ് ലേവിയെ ശപിച്ചു, ശിംശോനെ ശപിച്ചു. യാക്കോബിന്റെ കുടുംബ സമാധാനം തകർന്നു. എന്നിട്ട് യാക്കോബ് തന്റെ മക്കളുടെ അടുക്കൽ പറഞ്ഞു, മക്കളെ, നിങ്ങളാരും ലേവിയുടെ ശിമയോന്റെ അടുക്കൽ കൂട്ടുകൂടരുത്. എന്നേക്കും നിൽക്കത്തക്കവണ്ണമുള്ള ഒരു അനൈക്യത,
ഒരു 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 ചിതറിപ്പിക്കപ്പെടൽ സംഭവിച്ചത് ശെഖേമിലാണ്. പക്ഷേ ദൈവം ആ അനൈക്യത എന്നേക്ക് നിർത്തിയില്ല. യാക്കോബ് മക്കളുടെ അടുക്കൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ ആരും ലേവിയുടെ അടുക്കൽ മിണ്ടരുതെന്ന്. പക്ഷെ ദൈവം എന്തോ ഇതെന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുക്കൽ മിണ്ടണമെങ്കിൽ, എനിക്ക് യാഗം കഴിക്കണമെങ്കിൽ, നിങ്ങളെല്ലാവരും ആരുടെ അടുക്കൽ പോയിട്ടേ എൻ്റെ അടുക്കൽ വരാൻ പറ്റത്തുള്ളൂ. ലേവിയുടെ അടുക്കൽ പോയിട്ടേ എൻ്റെ അടുക്കൽ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ എല്ലാ വീടിൻ്റെ, നിങ്ങൾക്കെല്ലാം വസ്തു കിട്ടുന്നിടത്ത് നിങ്ങളുടെ എല്ലാ സിറ്റിയിൽ ഒരു പോർഷൻ മാറ്റി വെക്കണം. ആർക്ക് വേണ്ടി? ലേവിന് വേണ്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാകുമ്പോൾ ഒരു പോർഷൻ ആർക്ക് കൊണ്ട് കൊടുക്കണം? ലേവിന് വേണ്ടി. അപ്പം പറഞ്ഞ് അവൻ്റെ അടുത്ത് ആരും മിണ്ടരുതെന്ന് ദൈവം പറഞ്ഞു. നീ എവിടെ താമസിച്ചാലും അവനെ കൂടെ താമസിപ്പിക്കണം. നീ എന്തോ നന്മയുണ്ടായാലും അവനും കൂടെ കൊടുത്തേക്കണം. പിന്നെ നിനക്ക് ഞാനുമായിട്ട് വല്ല റിലേഷനും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നീ അവനെ കൂട്ടിക്കൊണ്ട് എന്നെ അടുക്കൽ വരാം. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, മനുഷ്യൻ മുതുക് കാണിക്കുന്നിടത്ത് മുഖം കാണിക്കുന്ന ദൈവം. മനുഷ്യൻ മുഖം കാണിക്കുന്നിടത്ത്, മുതുക് കാണിക്കുന്നിടത്ത് മുഖം കാണിക്കുന്ന ദൈവം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. അവന്റെ ഒന്ന് യാക്കോബിന്റെ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ശെഖേമിന്റെ രണ്ടാമത്തെ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു വരാം. യാക്കോബിന്റെ കാലം കഴിഞ്ഞു. യാക്കോബിന്റെ കാലം കഴിഞ്ഞിട്ടും ഈ ശെഖേമിനോടുള്ള സ്നേഹം യാക്കോബിന്റെ പുത്രന്മാർക്ക് പോയില്ല. ഏറെ കാലങ്ങൾ കഴിഞ്ഞു. യാക്കോബിന്റെ പുത്രന്മാരൊക്കെ വളർന്ന് മിടുക്കന്മാരായി. അവരൊക്കെ ഇപ്പൊ ആട്ടിടയന്മാരായി. യാക്കോബ് ഇപ്പൊ താമസിക്കുന്നത് പിതൃദേശത്തിലാണ്, ബഥേലിലാണ് യാക്കോബ് താമസിക്കുന്നത്. പക്ഷേ ബഥേലിൽ താമസിക്കുമ്പോഴും യാക്കോബിന്റെ ആടുകളൊക്കെ എവിടെ മേയ്ക്കുന്നതെന്ന് അറിയാമോ? ശെഖേമിലാണ് ആടുകളെ മേയ്ക്കുന്നത്. ആ ലാൻഡ് അത്രയ്ക്ക് പ്രോസ്പെറസ് ലാൻഡ് ആയിരുന്നു. 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 37-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അവന്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ എവിടെ പോയിരുന്നു? ശെഖേമിൽ പോയിരുന്നു. ആമേൻ. 13-ാം വാക്യം. യോസേഫിനോട്, നിന്റെ സഹോദരന്മാർ ശെഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് അവൻ അവരോട്, ഞാൻ പോകാം എന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. ഹെബ്രോനിൽ നിന്ന് ശെഖേമിലേക്ക് അയച്ചു. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ് അതിന്റെ അർത്ഥം. അവൻ കൂട്ടായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, അവൻ ചേർന്ന് നിൽക്കുന്ന ഫെലോഷിപ്പിന്റെ ഇടത്തു നിന്ന്, ഫ്രം ദ വാലി ഓഫ് ഫെലോഷിപ്പ്, ആമേൻ, യോസഫിനെ യാക്കോബ് പറഞ്ഞയച്ചു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ശെഖേമിൽ എത്തി. ആ വാക്യം 14-ാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ശെഖേമിലെത്തി. ശെഖേമിലെത്തി കഴിഞ്ഞപ്പോൾ യോസഫിന്റെ ലൈഫ് മാറുവാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചത്? 15-ാം വാക്യം. അവൻ വെളിപ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. ആരെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചു തരാമോ? Wandering around in the fields of, and asked him, what are you looking for? മതി. അവിടെ പറയുകയാണ്, he was wandering in the field of Shechem. അവൻ ശെഖേമിലെത്തിയ യോസെഫ് എന്തോ ചെയ്യുവാൻ തുടങ്ങി? വാൻഡർ ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചുറ്റി നടക്കുന്നുവെന്ന് പറയും. ചുറ്റി നടക്കുന്നുവെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകാൻ കഴിയാത്തവൻ, ദിശ അറിയാത്തവൻ, ലക്ഷ്യമില്ലാത്തവൻ, ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ട് നടക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക എന്നാണ് അതിന്റെ അർത്ഥം. ആമേൻ. അപ്പോ ഒന്ന്, യാക്കോബിന്റെ കാലത്ത് പിതാക്കന്മാരുടെ സമാധാനം നഷ്ടപ്പെട്ടു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, മാന്യത നഷ്ടപ്പെട്ടു. അടുത്ത കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യാക്കോബിന്റെ മകനായിരിക്കുന്ന യോസെഫ് ശെഖേമിൽ എന്ത് ചെയ്യുകയാണ്? ശെഖേമിൽ അലഞ്ഞു തിരിയുകയാണ്. എന്നാൽ പിതാക്കന്മാർ അലഞ്ഞു തിരിഞ്ഞ ശെഖേമിലേക്ക് യോശുവ ജനത്തെ വിളിച്ചു കൂട്ടി നിർത്തി. അവർ ദൈവത്തിന്റെ മുഖം കണ്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, നീ അലഞ്ഞ ഇടത്ത്, നിന്റെ പിതാക്കന്മാർ അലഞ്ഞ ഇടത്ത്, നീ അലയുമെന്ന് പറഞ്ഞ ഇടത്ത് സ്തോത്രം എന്ത് സംഭവിക്കുമെന്ന് നീ തിരിച്ചറിയണം. അവിടെ നീ ദൈവത്തിന്റെ മുഖം കാണും. ഇന്ന് പകൽക്കാലം
നീ ഇരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ മുമ്പോട്ട് പോകുന്നില്ല, നീ വെറുതെ റൗണ്ട് അബൌട്ടിൽ കിടന്ന് കറങ്ങുകയാണെങ്കിൽ, നീ ചുറ്റി നടക്കുകയാണെങ്കിൽ, നീ മുമ്പോട്ട് നടക്കാൻ കഴിയാതെ ഒരു ഡെസ്റ്റിനേഷനെ ഫോക്കസ് ചെയ്ത് മുന്നേറാൻ കഴിയാതെ നീ നിൽക്കുന്ന ഇടത്ത് കറങ്ങുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പേ നീ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വത്തിലേക്ക് നീ ചുറ്റി യോസേഫ് ചുറ്റി നടന്ന ശെഖേമിൽ അവനെ എന്ത് സംഭവിച്ചോ അവിടെ ഇവരെ വിളിച്ചു വരുത്തുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഈ രണ്ട് ഭാഗങ്ങളെ ഞാൻ നിങ്ങളെ കാണിച്ചു. ഒന്ന്, 100 വെള്ളിക്കാശിന് വിലയ്ക്ക് വാങ്ങിയ ദേശം യാക്കോബിന് എന്തായി തീർന്നു? അത് നഷ്ടമായി പോയി. രണ്ട്, യോസേഫ് അവിടെ എന്ത് ചെയ്തു? അലഞ്ഞു തിരിഞ്ഞു. ഒന്നും കൂടെ ഓർത്തു കൊള്ളണം. 100 വെള്ളിക്കാശിന് യാക്കോബ് കാശ് കൊടുത്തു മേടിച്ച സ്ഥലത്ത് യാക്കോബിന്റെ മകനായ യോസേഫ് അലഞ്ഞു നടന്നു. ഇപ്പോൾ ഏറിയ കാലങ്ങൾക്ക് ശേഷം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ യോശുവ ജനത്തെ ശേഖേമിൽ വിളിച്ചുകൂട്ടി. എന്നിട്ട് അതിന്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 32-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നട്ടെ. 32-ാം വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ ശേഖേമിൽ യാക്കോബ് ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസേഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. ഏതാണ്ട് 500 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഈ വിഷയത്തിന് കേട്ടോ. ഏതാണ്ട് 500 വർഷത്തെ ഗ്യാപ്പ്. കാരണം 430 സംവത്സരം ഇസ്രായേൽ മിസ്രൈമ്യ പ്രവാസം, പിന്നീട് 40 വർഷത്തിലധികം 50ഓളം വർഷങ്ങൾ മരുഭൂമിയിലെ യാത്രയും ഇപ്പുറത്ത് വന്ന് കനാനെ അവകാശമാക്കുന്നതും. ഇനിയും യോസേഫ് അവിടെ നിന്ന് 13 വർഷങ്ങൾ അപ്പുറം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രവാസം ആരംഭിക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ അറൗണ്ട് എത്ര വർഷമുണ്ട്? 500 വർഷത്തെ ചരിത്രത്തിനിപ്പുറം 2 കാര്യങ്ങളെ ദൈവം റെസ്റ്റോർ ചെയ്യുകയാണ്. ഞാൻ ആ ഭാഗം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിച്ചു കയറാൻ. 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാക്കോബ് 100 വെള്ളിക്കാശിന് ഒരു പ്ലോട്ട് മേടിച്ചു. പക്ഷെങ്കിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ആ 500 വർഷങ്ങൾക്ക് മുമ്പ്, 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ വസ്തു എന്തായി പോയെന്നറിയാമോ? അത് കാലഹരണപ്പെട്ടു. എന്റെ സഹോദരങ്ങളെ, 500 വർഷം മുൻപ് ഞാൻ 2012 ഒരു പ്ലോട്ടിന്റെ കരമടയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വരുന്നതിന്റെ തലയാഴ്ച എറണാകുളം വരെ ഒന്ന് പോകേണ്ടി വന്നു. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്ലോട്ട് ആയതുകൊണ്ട് വർഷങ്ങളായിട്ട് അതിന്റെ കരമടയ്ക്കാതെ കിടക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഈ റെസിപ്റ്റ് കാണിച്ചപ്പോൾ വില്ലേജ് ഓഫീസിൽ ഇരുന്ന ആള് പറഞ്ഞു, സാറേ ഇനിയും ഒരു ഡേറ്റ് എടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഒരിക്കൽ കൂടെ വന്ന് ഇവിടെ നിന്ന് ആളിനെ കൊണ്ടുപോയി ആ വസ്തു സ്ഥലം കണ്ടുപിടിച്ച് അത് റീസർവേ കഴിഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലം കണ്ടുപിടിച്ച് ഒന്നും കൂടെ സ്കെച്ചും പ്ലാനും വരച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അറിയാമോ? കരമടയ്ക്കാൻ പോലും പറ്റത്തുള്ളൂ. 10 വർഷമായതേ ഉള്ളൂ. എങ്ങനെയെങ്കിൽ 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശേഖേമിൽ യാക്കോബ് ഒരു സ്ഥലം വാങ്ങി. എന്റെ സഹോദരങ്ങളെ, നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ പോയ ഒരു സ്ഥലത്ത് നിങ്ങളൊന്ന് 10 വർഷം കഴിഞ്ഞ് ചെല്ല്. നിങ്ങൾ ദുബായിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് ദുബായിൽ ചെന്നാൽ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ ഒരു വഴിയും മനസ്സിലാകുന്നില്ല, സിറ്റി ആകമാനം മാറിപ്പോയെന്ന് പറയും. നമ്മുടെ നാട്ടിൽ തന്നെ സ്തോത്രം, നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഒരു 10 വർഷത്തെ ഗ്യാപ്പിൽ ചെന്നാൽ നിങ്ങൾ പറയും, അയ്യോ പഴയ വീടെല്ലാം മാറി, വസ്തു എവിടെന്നറിയത്തില്ല, വീട് എവിടെന്നറിയത്തില്ല. നിങ്ങൾക്ക് കൊച്ചിയിൽ ഒരു 5 സെന്റ് പ്ലോട്ട് ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച് ആധാരം വേണ്ടി പ്രാർത്ഥിച്ച സ്ഥലത്ത് നിങ്ങളൊന്ന് ചെല്ല്. നിങ്ങൾ വഴി തെറ്റാതെ അവിടെ ചെല്ലുവോ? നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെ 5 നൂറ്റാണ്ടുകൾക്കിപ്പുറം അപ്പൻ പറ്റിക്കപ്പെട്ട യാക്കോബ് പറഞ്ഞ എന്റെ 100 വെള്ളിക്കാശ് പോയി മോനെ എന്ന്. പക്ഷെ പോയില്ല. ആ 100 വെള്ളിക്കാശിന് കൊടുത്ത് ഹാമോനിന്റെ മക്കളോട് മേടിച്ച അതേ സ്ഥലം ഇപ്പോൾ യോശുവ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ജനത്തിന് തിരികെ പിടിക്കുകയാണ്. ഇന്ന് പകൽ നീ അറിയണോ, യോശുവ ജനത്തെ ശേഖേമിൽ കൂട്ടി അവിടെ അവർ ദൈവത്തിന്റെ മുമ്പിൽ നിന്നോ പിതാക്കന്മാർ അധ്വാനിച്ചതിനെ ശത്രു അപഹരിച്ചു കൊണ്ടുപോയതിനെ അവർ തിരികെ പിടിക്കാൻ തുടങ്ങി. 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബ്ലെസ്സിങ്ങിനെ അവർ തിരിച്ചു പിടിക്കാൻ തുടങ്ങി.
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് ആമേൻ ശത്രു അപഹരിച്ച നന്മകളെ, നിന്റെ പിതാക്കന്മാരുടെ വാഗ്ദത്തങ്ങളെ നീ തിരികെ പിടിക്കണം. ഒരു ദൈവ പൈതൽ പിതാക്കന്മാരുടെ അവകാശങ്ങളെ തിരികെ പിടിക്കുന്നതിന് രണ്ട് തലമുണ്ട്. എന്തെന്നാൽ ഒന്ന് നമ്മളുടെ പിതാക്കന്മാരെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ട്രഡീഷണൽ ഹെറിഡിറ്ററി ജനറ്റിക്കൽ പിതാക്കന്മാരുണ്ട്. ആമേൻ. നിന്റെ ഫാമിലിയുടെ ലൈനിനകത്ത് ഇന്നലകളിൽ നിന്റെ കുടുംബം എവിടെയാണോ താളം തെറ്റിയത്, നിന്റെ കാലത്ത് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ജനറ്റിക്കൽ ലൈനിനകത്ത് നിന്റെ DNA-ക്കകത്ത് നിനക്കൊരു കറക്ഷൻ വരുത്താൻ കഴിയുക. നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് നിന്റെ അമ്മയുടെ കുടുംബം നിന്റെ മെറ്റേണൽ ലൈനിലായിരിക്കാം, നിന്റെ പെറ്റേണൽ ലൈനിലായിരിക്കാം, അപ്പന്റെയോ അമ്മയുടെയോ കുടുംബ വഴിയിൽ എവിടെയെങ്കിലും പിശാച് നന്മയുടെ വാതിലടച്ച ചരിത്രമുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവപൈതലെ, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് അതിനെ ബ്രേക്ക് ചെയ്ത് നിന്റെ ഹെറിഡിറ്ററിയിലെ ബ്ലെസ്സിങ്ങിനെ, നിന്റെ ട്രഡീഷണൽ ബ്ലെസ്സിങ്ങിനെ നിനക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും. എന്റെ സഹോദരങ്ങളെ, നിന്റെ കുടുംബത്തിനൊരു യശസ്സുണ്ട്. നിന്റെ ജനറ്റിക്കൽ ലൈനിനകത്തൊരു യശസ്സുണ്ട്. എവിടെയെങ്കിലും പിശാച് അത് അടച്ചിട്ടുണ്ടായിരിക്കാം. ആ അടച്ചതിന്റെ ഫലമായിരിക്കാം നിന്റെ പിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ കള്ളുകുടിയനായി പോയത്, നിന്റെ പിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ രോഗിയായി പോയത്, നിന്റെ പിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ ബാങ്ക്റപ്റ്റ് ആയി പോയത്, നിന്റെ പിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ, പിതാവെന്ന് ഞാൻ പറയുമ്പോൾ ബോത്ത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അവൻ ദേശം വിട്ട് അലയേണ്ടി വന്നത്. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, പിതാക്കന്മാർ പൊളിഞ്ഞ ഇടത്ത് അതിനെ റിസ്റ്റോർ ചെയ്തെടുക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നതാണ് ദൈവത്തിന്റെ അഭിഷേകം. എന്നാൽ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയിൽ നമ്മുടെ പിതാക്കന്മാരെന്ന് പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരെന്ന് പറയുന്നത് നമ്മുടെ DNA-ക്കകത്ത് ഹെറിഡിറ്ററിക്കകത്ത് മാത്രം കിടക്കുന്നതല്ല. എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ആത്മീക ഗ്രഹം എന്നാണ് പറയുന്നത്. വീണ്ടും പറയുകയാണ്, നിങ്ങൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. അടുത്ത വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ ഭവനക്കാരൻ, ദൈവത്തിന്റെ ഭവനക്കാരൻ. അപ്പൊ നമ്മളൊരു കുടുംബത്തിലെ അംഗമാണ്. ഈ കുടുംബത്തിലെ അപ്പൻ ആരാ? ദൈവമാണ്. ഈ കുടുംബത്തിലെ മൂത്ത സഹോദരൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. അങ്ങനെ ഒരു ഡിവൈൻ DNA, ഒരു ഹെവൻലി ഫാമിലിയുടെ അംഗമാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ദൈവ കുടുംബത്തിലെ അംഗമാണ്. എന്റെ സഹോദരങ്ങളെ, ദൈവസഭ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ അതൊരു പ്രസ്ഥാനമല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതൊരു ഫാമിലിയാണ്. ദൈവസഭ ഒരു കുടുംബമാണ്. Let me repeat, ദൈവസഭ ഒരു പ്രസ്ഥാനമല്ല, ദൈവസഭ ഒരു ക്ലബല്ല, ദൈവസഭ ഒരു കൂട്ടുകെട്ടല്ല, ദൈവസഭ ഒരു ഫാമിലിയാണ്. ദൈവസഭ ഒരു ഫാമിലിയാണ്. ഇന്ന് ലോകത്തിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ ബ്രോ എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊരു സീസൺ കഴിയുമ്പോൾ മാറുകയും ചെയ്യും. പക്ഷെ ആദ്യം ബ്രോ എന്ന് വിളിച്ചു തുടങ്ങിയത് ആരാണെന്നറിയാമോ? നമ്മൾ കർത്താവായ യേശുവാണ്. എബ്രായ ലേഖന 2-ാം അധ്യായത്തിൽ പറയുകയാണ്, അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. ലോകത്തിൽ അന്യനെ ആദ്യം ബ്രോ എന്ന് വിളിച്ചത് എന്റെ യേശുവാണ്. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴല്ലേ ബ്രോയൊക്കെ ട്രെൻഡിങ് ആയത്? ഒരു 10 വർഷം മുമ്പ് വരെ നമ്മളെ ബ്രദറെ, സിസ്റ്ററെ, സഹോദരായെന്ന് എന്താ കളിയാക്കി അടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ബന്ധക്കോസുകാരാണെന്നല്ല പറഞ്ഞത്, പുള്ളിക്കാരനൊരു സഹോദരനാണെന്ന് പറയും. അത് സഹോദരിയാണെന്ന് പറയാം. നമ്മളെ ട്രോൾ ചെയ്യുന്ന ഒരു വലിയ വേടായിരുന്ന സഹോദരൻ, സഹോദരി. പക്ഷെ ലോകം അത് ട്രോളുമ്പോൾ സ്വന്തത്തിലെ കുടുംബത്തിന്റെ ഒരു അംഗമാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, സ്തോത്രം, നമ്മൾക്കൊരു ജനറ്റിക്കൽ ഫാമിലി DNA മാത്രമല്ല, ഒരു സ്പിരിച്വൽ DNA നമ്മുടെ പുറകിൽ കിടപ്പുണ്ട്. ഒരു സ്പിരിച്വൽ DNA. അങ്ങനെയെങ്കിൽ പറഞ്ഞാൽ പൗലോസിന്റെയും പത്രോസിന്റെയും കാലത്തിനിപ്പുറം പിശാച് ദൈവസഭയ്ക്കകത്തു നിന്ന് പിടിച്ചു വെച്ചത് എന്തൊക്കെയുണ്ടോ അതിനെ പുനർജീവിപ്പിക്കാൻ തക്കവണ്ണ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഞങ്ങള് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകുന്ന വഴിയിലാണ്. ഞങ്ങൾ ആഗ്രഹിച്ചത് പത്തനംതിട്ടയുടെ കുറച്ചുകൂടെ ടൗൺ ഭാഗത്തേക്ക് വേറെ സ്ഥലങ്ങളാണ് ചിന്തിച്ചത്. പക്ഷേ അദൃശ്യിക ഞങ്ങൾക്ക് പ്ലോട്ട് കിട്ടിയത്, ഞങ്ങൾ പ്ലാൻ ചെയ്യപ്പെട്ടതൊക്കെ പത്തനംതിട്ടയുടെ വാര്യാപുരത്തോടടുത്ത ഭാഗമാണ്.
എന്നാൽ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ചിലർ ഞങ്ങളുടെ അടുക്കൽ ദൂത് പറഞ്ഞ ഒരു ഭാഗം ഇതാണ്: ഇന്നലകളിൽ ചില അഭിഷക്തന്മാർ കരഞ്ഞ് പ്രാർത്ഥിച്ച് വിതച്ച മണ്ണിൽ ദൈവം നിന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, വാര്യാപുരം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തിന് പരിചിതമായിരിക്കുന്ന പേരാണ്. വാര്യാപുരം ഒന്ന് എഴുന്നേറ്റ് വന്ന പ്രവാചകന്മാരുടെ ആ കാലഘട്ടത്തിൽ പിതാക്കന്മാർ പ്രാർത്ഥിച്ചിട്ടതിനെ അടുത്ത തലമുറയിൽ, അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് എനിക്ക് രക്തബന്ധമില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെയും എനിക്ക് ബന്ധങ്ങളില്ല, പക്ഷേ ഒരു സ്പിരിച്വൽ ഫാമിലിക്കകത്തായപ്പോൾ ദൈവം അതിനകത്തേക്ക് അഭിഷക്തരെ കൊണ്ടുവന്ന് റീകണക്ട് ചെയ്യുകയാണ്. അവരുടെ കണ്ണുനീര് ആ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ അവര് വിതച്ചതിനെ കൊയ്യാൻ ശത്രുവിനെ അല്ല, അവര് വിതച്ചതിനെ കൊയ്യാൻ ദൈവ കുടുംബത്തിൽ ഒരുത്തനെ തന്നെ ദൈവം എന്ത് ചെയ്യുക, അവിടേക്ക് വിടുകയാണ്. ആമേൻ. ഇന്നലകളിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഷക്തൻ പ്രാർത്ഥിച്ച മണ്ണിൽ അതിന്റെ റിസൾട്ടിനെ കൊയ്യാൻ ദൈവം ജാതികളെ അല്ല വിടുന്നത്, ദൈവം പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരെ വിടും. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ജർമ്മനിയിൽ വന്നതിന് ശേഷം പലരുടെ അടുക്കലും പറഞ്ഞു, പെന്തക്കോസ്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് അറിയാമോ? ജർമ്മനിയിൽ നിന്നാണ് പെന്തക്കോസ്തിന്റെ ഉത്ഭവം. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിന് ലഭിച്ചതായ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമെന്നുള്ള ഒരു ഒറ്റ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഏകമധ്യസ്ഥൻ ക്രിസ്തു, ഏക പ്രമാണം ദൈവത്തിന്റെ വചനം, മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു മാർഗം, അത് വിശ്വാസമാണ്. മനുഷ്യനെ ദൈവം രക്ഷിക്കുന്നതിന് ഏക സിദ്ധാന്തം എന്നുള്ളത് കൃപ മാത്രമാണ്. മനുഷ്യനും ദൈവത്തിനും മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ്. ദൈവം ഏകനാണ്. 5 സോളാസിനെ വിറ്റൻബർഗ് പള്ളിയുടെ നടവാതിലിൽ എഴുതി വെച്ചുകൊണ്ട് പാപ്പ ആധിപത്യത്തിനെതിരെ പോരാട്ടം തീർത്ത, ഇന്നിപ്പോൾ ഏതാണ്ട് 5 നൂറ്റാണ്ടുകൾക്കിപ്പുറം ദൈവമക്കളെ ചിതറിക്കിടന്ന നമ്മളെ ഇതിനകത്ത് ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ഹാർവസ്റ്റിനാണെന്ന് തിരിച്ചറിയുമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നമുക്കൊക്കെ രക്ഷപ്പെടാനാണെങ്കിൽ ലോകത്തിൽ ഏതെല്ലാം രാജ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ ദൈവം കറക്കി കുത്തി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നെങ്കിൽ ഒരു സ്പിരിച്വൽ ഹാർവസ്റ്റിന്റെ ഭാഗമാകുവാനാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ നോട്ട് ഫോർ സം മിയർ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി, ഏതെങ്കിലും സാമ്പത്തികമായ ലഘുവായ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്ത ജനസമൂഹത്തെ ദൈവം ഇതിനകത്ത് കൊണ്ടുവരുന്നത് ഒരു സ്പിരിച്വൽ ഹാർവസ്റ്റിന് വേണ്ടിയാണ്. ശേഖമിൽ കൂട്ടി എന്തിനു വേണ്ടി എന്നറിയാമോ? അന്നത്തെ കാലത്ത് യാക്കോബ് കൊടുത്ത 100 വെള്ളിക്കാശിന്റെ ഭൂമി ഇവര് തിരികെ മേടിച്ചു എന്നല്ല, തിരികെ കൈവശമാക്കി. ഞാനൊന്ന് ചോദിക്കട്ടെ, 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 100 വെള്ളിക്കാശിന് മേടിച്ചിട്ടു, ഇപ്പൊ അതിന് എത്ര രൂപ വില പറഞ്ഞു? എന്തെങ്കിലും നഷ്ടം വന്നോ? ഒന്നും നഷ്ടം വന്നില്ല. നിന്നെ ദൈവം ശേഖമിൽ വിളിച്ചു വരുത്തുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നീ കയറിയാൽ ഇന്നലകളിൽ നഷ്ടമെന്ന് പറഞ്ഞത് പലതും അനുഗ്രഹമാണ്. ഇനിയും യാക്കോബ് 100 വെള്ളിക്കാശിന് ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് വസ്തു മേടിച്ചു. എന്നിട്ട് യാക്കോബ് തന്റെ 10 മക്കളെയും പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞടാ, ശേഖേമിൽ നമ്മുടെ 1 ഏക്കർ വസ്തു കിടപ്പുണ്ട്, നീ അവിടെ പോയി ആടിനെ മേയ്ക്കണമെന്ന്. പക്ഷെ പോയ 10 മക്കളും അവിടെ ആടിനെ മേയിച്ചില്ല. അപ്പൻ മേടിച്ച ലാൻഡിനെ തിരിച്ചു പിടിക്കാനുള്ള തീഷ്ണത ഈ 10 മക്കൾക്കും ഇല്ലായിരുന്നു. അവരവിടെ നിന്ന് എങ്ങോട്ട് പോയി? അവരവിടെ നിന്ന് ദോദാനിൽ പോയി. ഇവര് ദോദാനിൽ പോകുമ്പോൾ ഒരിക്കലും യാക്കോബിന് ചിന്തയില്ലായിരുന്നു. യാക്കോബിന്റെ പ്രതീക്ഷ മുഴുവൻ എന്തായിരുന്നു? ശേഖേമിൽ ഈ പിള്ളേർ കാണുന്നു. കാരണം ഞാൻ കാശ് മുടക്കേക്കുന്നത് ശേഖേമിലല്ലേ. യോസെഫിനെ പറഞ്ഞു വിട്ടു. യോസെഫ് പക്ഷെ അവിടെ ചെന്നിട്ട് ഈ ശേഖേമിൽ മുഴുവനും എന്ത് ചെയ്യാൻ തുടങ്ങി? വാണ്ടർ ചെയ്യാൻ തുടങ്ങി, അലഞ്ഞു തിരിയാൻ തുടങ്ങി. ഒരുത്തൻ കണ്ടു യോസെഫ് അലയുന്നത്. വേറെ ആരെങ്കിലും കണ്ടോ? ഇല്ല. യോസെഫിന്റെ ചേട്ടന്മാർക്ക് അറിയാമോ? ഇല്ല. യോസെഫിന്റെ അപ്പൻ അറിയാമോ യോസെഫ് അവിടെ അലഞ്ഞു തിരിഞ്ഞെന്ന്? ഇല്ല. ആമേൻ. ആ വാക്യത്തെ ഒന്നും കൂടെ വായിക്കാമോ? 24:32. ആമേൻ. യോസെഫിന്റെ അസ്ഥികൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസെഫിന്റെ അസ്ഥികളെ അവർ ശേഖേമിൽ യാക്കോബ് ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. നിൽക്കട്ടെ, അടക്കം ചെയ്തു. യോസെഫെ,
ഇന്നലകളിൽ നീ അലഞ്ഞ മണ്ണിൽ ഇപ്പോൾ യോസേഫ് എന്ത് ചെയ്യുകയാണ്? വിശ്രമിക്കുകയാണ്. ഇതാണ് ശെഖേമിന്റെ പ്രത്യേകത. നീ അലഞ്ഞ മണ്ണിൽ ദൈവം നിനക്ക് എന്ത് ചെയ്യും? ഒരു സ്വസ്ഥത നൽകും, ഒരു റെസ്റ്റ് നൽകും. യാക്കോബ് ശെഖേമിൽ അലഞ്ഞു. പക്ഷേ യാക്കോബ് ശെഖേമിൽ എത്ര ദിവസം അലഞ്ഞു കാണും? ഒരു ദിവസമേ അലഞ്ഞുള്ളൂ. പക്ഷെ ശെഖേമിൽ യോസെഫ് ഒരു ദിവസമേ അലഞ്ഞുള്ളൂ. പക്ഷേ ശെഖേമിൽ യോസെഫിന്റെ അസ്ഥികൾ എത്ര ദിവസം റെസ്റ്റ് ചെയ്തു? വർഷങ്ങൾ, വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ. ഒരു ദിവസം അലഞ്ഞു തിരിഞ്ഞതിന് ദൈവം കൊടുത്ത റെസ്റ്റ് വന്നു. ഇനി ഞാൻ അടുത്ത കാര്യം ചോദിക്കാം. മുമ്പേ നിങ്ങൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. യോസെഫ് അലഞ്ഞു തിരിയുന്നത് എത്ര പേര് കണ്ടു? ഒരാൾ കണ്ടു. പക്ഷേ യോസെഫ് ശെഖേമിൽ അപ്പം കാശ് കൊടുത്ത മേടിച്ച മണ്ണിൽ കാല് നീട്ടി കിടക്കുന്ന യോസെഫിന്റെ ടോംബ് എത്ര പേര് കണ്ടു? എത്ര പേര് കണ്ടു? എണ്ണിയ തീരത്തില്ല, എണ്ണിയ തീരത്തില്ല. തലമുറ തലമുറയായി യോസെഫ് അവിടെ റെസ്റ്റ് ചെയ്യുന്നത് കാണും. നീ തിരിച്ചറിയണം, നീ അലയുന്നത് കാണാൻ ആരുമില്ലെങ്കിലും നിന്നെ മാനിക്കുന്നത് കാണാൻ 10,000 മുമ്പിൽ മാനിക്കും. ജീവിതത്തിൻ മേടുകളിൽ നീ ഏകണെന്ന് തോന്നിയപ്പോൾ ആരും നിന്റെ കൂടെ ഇല്ലായിരിക്കാം. രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുകൾ നനഞ്ഞപ്പോൾ എന്തിനെന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഇരുൾ തിങ്ങുന്ന പാതയിൽ കരൾ തിങ്ങുന്ന വേളകളിൽ അരികിൽ വരുവാനും ആശ്വാസം തരുവാനും ഒരുത്തരും ഉണ്ടായിരുന്നിരിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ അലഞ്ഞ ശെഖേമിൽ നീ റെസ്റ്റ് ചെയ്യാം. അവിടെ നീ റെസ്റ്റ് ചെയ്യുന്നതിന്റെ മുകളിൽ ഒരു വലിയ ടോംബ് പണിയാ. വഴി പോകുന്നവരെല്ലാവരും ചോദിക്കാം, ഇതാരാണ് ഇവിടെ കിടന്നുറങ്ങുന്നത്? ഇതാരാണ് ഇവിടെ വിശ്രമിക്കുന്നത്? ഇതാരാണ് ഇവിടെ നിത്യനിദ്ര, ഇത് അന്ത്യനിദ്ര കൊള്ളുന്നത്? വഴി പോകുന്നവരെല്ലാവരും പറയും, അത് മിസ്രൈമിൽ പണ്ട് മന്ത്രിയായിരുന്ന യോസെഫാണ്. ആമേൻ. മിസ്രൈമിൽ മന്ത്രിയായിരുന്ന യോസെഫ് എന്നേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. പക്ഷേ യോസെഫ് പറയാ, മിസ്രൈമിൽ മന്ത്രിയായ യോസെഫ് അല്ല കിടന്നുറങ്ങുന്നത്. പണ്ടൊരു ദിവസം ഇവിടെ അലഞ്ഞു തിരിഞ്ഞ യോസെഫാണ് ഈ കിടന്നുറങ്ങുന്നത്. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, യോശുവ ജനത്തെ ശെഖേമിൽ കൂട്ടി. എന്തിനെന്നറിയാമോ? ഒന്ന്, യാക്കോബിന് നഷ്ടമെന്ന് പറഞ്ഞതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ. 2, യോസെഫ് അലഞ്ഞു തിരിഞ്ഞ ഇടത്ത് യോസെഫിനെ സ്വസ്ഥത നൽകുവാൻ. തീർന്നില്ല. യോസെഫ് അലഞ്ഞു തിരിഞ്ഞ മണ്ണിൽ യോസെഫ് നീണ്ടു നിവർന്ന് കിടന്ന് വിശ്രമമെടുത്തു. അടുത്ത ഭാഗം കൂടെ ഒന്ന് വായിച്ചേ. 24-ന്റെ 32-ന്റെ അവസാന ഭാഗം. അല്ല 32-ന്റെ അവസാനം. യോസെഫിന്റെ മക്കൾക്ക്, യോസെഫ് അലഞ്ഞു തിരിഞ്ഞ മണ്ണ്. ഒന്നും കൂടെ പറയും, യോസെഫ് അലഞ്ഞു തിരിഞ്ഞ മണ്ണ് മക്കൾക്ക് അവകാശമായി തീർന്നു. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, എന്റെ പിതാക്കന്മാർ അലഞ്ഞേടം നീ അവകാശപ്പെടുത്തും. നീ അലഞ്ഞേടം, നീ അലഞ്ഞേടത്തും നീ ഓടിപ്പോകരുത്. നീ അലഞ്ഞേടത്ത് നിന്റെ മക്കൾ അവകാശികളാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? മോശ ജനത്തെ ശെഖേമിൽ കൂട്ടി. അവർ ശെഖേമിൽ വന്നപ്പോൾ ദൈവം അവരുടെ മുമ്പിൽ നിൽക്കുന്നത് അവർ കണ്ടു. ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ ശെഖേമുകളിൽ ദൈവം നിന്റെ മുമ്പിൽ നിൽക്കുന്നത് നീ കാണും. ഈ ശെഖേം ഇന്നലകളിൽ നിന്റെ അപ്പന്റെ പണം നഷ്ടപ്പെട്ട്, മാനം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട സ്ഥലമായിരിക്കും. പക്ഷെ നിന്റെ കാലത്ത് നീ അതിനെ തിരിച്ചു പിടിക്കും. ഈ ശെഖേം നിന്റെ അപ്പൻ അലഞ്ഞു തിരിഞ്ഞ ഇടമായിരിക്കും. പക്ഷെ ഈ ശെഖേം ഒരു സ്വസ്ഥതയുടെ സ്ഥലം എന്നറിയപ്പെടും. ഈ ശെഖേം നിന്റെ പിതാക്കന്മാർ തെണ്ടിത്തിരിഞ്ഞ ഇടമായിരിക്കും. പക്ഷേ ഈ ശെഖേമിൽ നീ ഒരു അവകാശിയായി തീരും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? മനുഷ്യൻ മുതുകെന്ന് പറഞ്ഞ ശെഖേമിനെ എനിക്ക് അനുഗ്രഹവും അവകാശവും. എൻ്റെ സഹോദരങ്ങളെ, ഇതിനകത്ത് ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശെഖേമിൽ യോശുവ ജനത്തെ മുഴുവനും വിളിച്ചു വരുത്തി. ആരാ ഈ ജനം മുഴുവനും? 40 സംവത്സരമായി മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന പരദേശികളും പ്രവാസികളും. പരദേശികളും പ്രവാസികളുമായിരിക്കുന്ന ഇവർ ശെഖേമിലേക്ക് വന്നു. ആ ശെഖേമിൽ അവർ ദൈവത്തിന്റെ മുഖം കണ്ടു.
28 വാക്യം ഒന്ന് വായിക്കാമോ? 28 വാക്യം. യോശുവ ജനത്തെ താന്താങ്ങളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. യോശുവ ജനത്തെ താന്താങ്ങളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, നീ ശേഖരം വരെ പ്രവാസിയാണ്. പക്ഷെ ശേഖരിൽ നിന്ന് നീ പോകുന്നത് നിന്റെ അവകാശത്തിലേക്കാണ്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ആയുസ്സെല്ലാം നീ അല്ലെങ്കിൽ തിരിഞ്ഞ് തീരത്തില്ല. നിനക്കൊരു ശേഖരമുണ്ട്. ഇന്ന് രാത്രി, ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും എനിക്കൊരു ശേഖരമുണ്ട്? ശേഖരനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആരംഭത്തിൽ നിങ്ങൾ ശേഖരം ഒരു പ്രതികൂലമെന്നാണ് കരുതിയതല്ലേ? ശേഖരം ശരിയാ, മനുഷ്യൻ മുതുക് കാണിച്ച ഇടവാ. ശേഖരം ശരിയാ, അപ്പം കാശ് കൊടുത്തിട്ടും പ്രയോജനമില്ലാതെ പോയ സ്ഥലമാണ്. ശേഖരം ശരിയാ, അപ്പൻ അലഞ്ഞു തിരിഞ്ഞ മണ്ണാ. പക്ഷെ ഇപ്പോൾ ശേഖരനെ ദൈവം ഉണ്ടാക്കി തീർത്തെന്നറിയാവും. ദൈവം വന്ന് ഇറങ്ങിയപ്പോൾ, ആ ശേഖരത്തിൽ ദൈവം ഇറങ്ങിയപ്പോൾ യാക്കോബിന്റെ വിലകളെ ദൈവം അതിൽ തിരിച്ച് റിസ്റ്റോർ ചെയ്യാൻ തുടങ്ങി. യോസേഫ് അലഞ്ഞ മണ്ണിനെ യോസേഫിന് വിശ്രമമാക്കി. യോസേഫ് അലഞ്ഞ മണ്ണിനെ യോസേഫിന്റെ മക്കൾക്ക് അവകാശമാക്കി. മാത്രമല്ല, ആ ശേഖരത്തിൽ നിന്ന് അവർ പുറപ്പെട്ടത് അവകാശികളായിട്ട്. ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന ശേഖരത്തിലേക്കൊന്ന് ആത്മാവിൽ കയറി ചെന്നാട്ടെ. നീ കടന്നു പോകുന്ന പ്രതിസന്ധികളിലേക്ക് ആത്മാവിൽ കയറി ചെന്നാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, പുസ്തകങ്ങളെ മടക്കിയാട്ടെ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ.